ഈ തീർത്ഥാടന കാലത്തെ ശബരിമലയിലെ അഭിഷേകങ്ങൾ ഇന്ന് പൂർത്തിയാകും. തീർത്ഥാടകർക്കുള്ള അഭിഷേകം നാളെ അവസാനിക്കും. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ വഴിപാടായ അഭിഷേകങ്ങൾ ഇന്ന് അവസാനിക്കും. ആചാരപ്രകാരം പന്തളം രാജകുടുംബമാണ് ഇന്ന് കളഭാഭിഷേകം വഴിപാടായി സമർപ്പിക്കേണ്ടത്. എന്നാൽ കുടുംബത്തിൽ പുല നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജപ്രതിനിധിയോ കൊട്ടാരം നിർവാഹക സമിതി അംഗങ്ങളോ ഇല്ലാതെയാണ് അഭിഷേകങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള കളഭാഭിഷേകം നടക്കുക. ഭക്തർക്കുള്ള ദർശനം നാളെ അവസാനിക്കും. തിരുവാഭരണ ദർശനങ്ങൾ ഇന്ന് പൂർത്തിയാകും. 19-ന് അത്താഴ പൂജയ്ക്ക് ശേഷം തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. മകരവിളക്ക് ദിവസം തുടങ്ങിയ ശ്രീധർമ്മശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഇന്ന് ശരംകുത്തിയിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കും. മകരവിളക്ക് ദിവസം തുടങ്ങിയ എഴുന്നള്ളത്തിന്റെ 5-ാം നാളിലാണ് ശരംകുത്തിയിലേക്ക് പോകുന്നത്. നായാട്ടുവിളി നടത്തി ആഘോഷങ്ങൾ പൂർത്തിയാക്കി യോഗിയായി ശ്രീധർമ്മശാസ്താവ് സന്നിധാനത്തേക്ക് മടങ്ങുകയാണ് പതിവ്. നാളെയാണ് ഗുരുതി. ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്താഴ പൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കുന്നത്. ഇതോടെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാകും. 20-ാം തീയതി ദർശനമുണ്ടാകില്ല. രാജപ്രതിനിധി ഇല്ലാത്തതിനാൽ ആചാരപ്രകാരമുള്ള യാത്ര ചൊല്ലലോ ശ്രീകോവിലിന്റെ താക്കോൽ കൈമാറ്റമോ ഇല്ല. ഗണപതി ഹോമം കഴിഞ്ഞാൽ തിരുവാഭരണങ്ങളുമായി സംഘം പടിയിറങ്ങി പന്തളത്തേക്ക് തിരിക്കുന്നതോടെ നടയടയ്ക്കും. ശബരിമല സന്നിധാനത്തു നിന്നും സജിത് തറയിലിനും അനന്തൂനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.